നമസ്കാരം. മന്ത്രിമാർ മാറിയപ്പോൾ കുറച്ച് ദിവസമായി ചർച്ചാ വിഷയം അവരുടെ പേഴ്സണൽ സ്റ്റാഫുകളെക്കുറിച്ചാണ്. ഒരു സമയത്ത് ഗവർണർ സർക്കാർ പോരിന് വഴി തെളിച്ചൊരു വിഷയം കൂടിയായിരുന്നു ഈ നിയമനങ്ങൾ. എന്നാൽ ഇഷ്ടക്കാരെ തിരികെ കയറ്റുന്നതിനായി അധിക ബാധ്യത വരുത്തി വെക്കുന്ന ഇത്തരം തീരുമാനങ്ങളൊന്നും സർക്കാരിനൊരു വിഷയമേ അല്ല. 2.5 വർഷം പൂർത്തിയാക്കി 2 മന്ത്രിമാർ രാജിവെച്ച് പുതിയ മന്ത്രിമാർ ചുമതലയേറ്റെങ്കിലും രാഷ്ട്രീയ നിയമനം ലഭിച്ച 37 പേഴ്സണൽ സ്റ്റാഫുകൾക്ക് പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ ഉറപ്പാക്കിയുള്ള മാറ്റങ്ങൾ വലിയ വിവാദമായിരുന്നു. സ്ഥാനമൊഴിഞ്ഞ അഹമ്മദ് ദേവർകോവിലിന്റെയും ആന്റണി രാജുവിന്റെയും പേഴ്സണൽ സ്റ്റാഫിൽ രാഷ്ട്രീയ നിയമനം നേടിയ 36 പേർ ഒഴിവായി. മന്ത്രി മാറുമ്പോൾ ഒഴിയുകയെന്ന കോഡ് ടെർമിനൻസ് വ്യവസ്ഥയിലാണ് പേഴ്സണൽ സ്റ്റാഫിന്റെ നിയമനം. പേഴ്സണൽ സ്റ്റാഫിൽ നേരിട്ടുള്ള നിയമനം 15-ൽ ഒതുക്കണമെന്ന് LDF നിർദ്ദേശമുണ്ടെങ്കിലും മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ 22 പേരെയാണ് നേരിട്ട് നിയമിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി കഴിഞ്ഞാൽ ചീഫ് വിപ്പ് N ജയരാജാണ് സ്റ്റാഫ് നിയമനത്തിന്റെ കാര്യത്തിൽ 2ാം സ്ഥാനത്ത്. 20 പേർക്കാണ് ജയരാജ് രാഷ്ട്രീയ നിയമനം നൽകിയത്. അതേസമയം മന്ത്രിമാരിൽ മുന്നണി നിർദ്ദേശം പാലിച്ചത് P രാജീവും AK ശശീന്ദ്രനും മാത്രമാണ്. മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിൽ 33 പേരുണ്ട്. മുഹമ്മദ് റിയാസ്, V ശിവൻകുട്ടി, K രാജൻ, K കൃഷ്ണൻകുട്ടി, AK ശശീന്ദ്രൻ, സജി ചെറിയാൻ, ചീഫ് വിപ്പ് N ജയരാജ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്നിവർ 25 പേരെ നിയമിച്ചപ്പോൾ മറ്റ് ക്യാബിനറ്റ് റാങ്കുകാർ എണ്ണം കുറച്ചു. 22 പേഴ്സണൽ സ്റ്റാഫിനെ മാത്രമാണ് R ബിന്ദു നിയമിച്ചത്. സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ചവരെ ഏറ്റവും അധികം പേഴ്സണൽ സ്റ്റാഫിൽ നിയമിച്ചിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. 6 പേർ. K കൃഷ്ണൻകുട്ടി 5, മുഖ്യമന്ത്രി പിണറായി വിജയൻ 4, AK ശശീന്ദ്രൻ 4 എന്നിവർ തൊട്ടു പിന്നിലുണ്ട്. ഇവർക്ക് പ്രത്യേക പെൻഷൻ നൽകേണ്ടതില്ല. സർക്കാർ 2 വർഷം പൂർത്തിയാക്കിയ ഇക്കൊല്ലം മെയ് മാസത്തിന് ശേഷം പലരുടെ പേഴ്സണൽ സ്റ്റാഫിലായി 10 പേരുടെ രാഷ്ട്രീയ നിയമനം വേറെ ഉണ്ടായതായി വിവരാവകാശ നിയമപ്രകാരമുള്ള മറുപടിയിൽ സർക്കാർ തന്നെ സമ്മതിക്കുന്നു. ഇതുകൂടി ചേർക്കുമ്പോൾ കുറഞ്ഞത് 46 നിയമനങ്ങളുടെ അധിക ബാധ്യത സർക്കാരിനുണ്ടാകുന്നുണ്ട്. മെയ് മാസത്തിന് ശേഷമുള്ള 10 രാഷ്ട്രീയ നിയമനങ്ങളിലൊന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ സ്റ്റാഫിലാണ്. മന്ത്രിമാരുടെ സ്റ്റാഫിലെ നിയമനങ്ങൾ ഇങ്ങനെയാണ്: PA മുഹമ്മദ് റിയാസ്, V അബ്ദുറഹിമാൻ 2 വീതം, റോഷി അഗസ്റ്റിൻ, V ശിവൻകുട്ടി, KN ബാലഗോപാൽ, R ബിന്ദു, K രാധാകൃഷ്ണൻ 1 വീതം എന്നിങ്ങനെയാണ് കണക്ക്. 40 കോടിയോളം രൂപയാണ് ഇവരുടെ ശമ്പളത്തിന് സർക്കാർ ഒരു വർഷം ചെലവിടുന്നത്. മിനിമം പെൻഷൻ കിട്ടാൻ 3 വർഷത്തെ സർവീസ് വേണമെന്നതാണ് ചട്ടം. എന്നാൽ 2 വർഷവും 1 ദിവസവും സർവീസ് ഉണ്ടെങ്കിൽ 3 വർഷത്തെ സേവനമായി കണക്കാക്കാമെന്ന് ചട്ട ഭേദഗതി വന്നു. ഒരു സർക്കാരിന്റെ 2 വർഷ കാലയളവിൽ ഒരു തസ്തികയിൽ 2 പേരെ നിയമിക്കാൻ ഇത് സൗകര്യമൊരുക്കി. വെറും 3 വർഷത്തെ സേവനം കൊണ്ട് 4750 രൂപ മിനിമം പെൻഷനും സർക്കാർ ജീവനക്കാർക്കുള്ള എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കും. ആന്റണി രാജുവിന്റെ സ്റ്റാഫിൽ ആകെ ഉണ്ടായിരുന്നത് 21 പേരായിരുന്നു. ഇതിൽ 19 രാഷ്ട്രീയ നിയമനം, 2 അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി, 4 അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി, 1 അഡീഷണൽ PA, 1 അസിസ്റ്റന്റ്, 4 ക്ലർക്ക്, 4 ഓഫീസ് അസിസ്റ്റന്റ്, 2 ഡ്രൈവർമാർ, 1 പാചകക്കാരൻ എന്നിങ്ങനെയായിരുന്നു ആന്റണി രാജുവിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ ഉണ്ടായിരുന്നത്. മന്ത്രിയായിരുന്ന അഹമ്മദ് ദേവർകോവിലിന്റെ സ്റ്റാഫിലുണ്ടായിരുന്നത് 25 പേരായിരുന്നു. 7 പേർ സർക്കാർ സർവീസിൽ നിന്നുമുള്ള ഡെപ്യൂട്ടേഷനും ബാക്കി രാഷ്ട്രീയ നിയമനവും. 2 പേർ പ്രൈവറ്റ് സെക്രട്ടറിമാരായി പ്രവർത്തിച്ചിരുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ സർവീസിലേക്ക് തിരിച്ചു പോകും. അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാർ 3, ഇതിൽ 2 പേർ രാഷ്ട്രീയ നിയമനം. 4 അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറിമാരിൽ 2 പേർ രാഷ്ട്രീയ നിയമനം ലഭിച്ചവർ, 1 PA, 1 അഡീഷണൽ PA, 4 ക്ലർക്കുമാർ, 5 പ്യൂൺമാർ, 2 ഡ്രൈവർമാർ, 1 പാചകക്കാരൻ, ഇവരെല്ലാം രാഷ്ട്രീയ നിയമനം. മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പടിയിറങ്ങിയാലും 15 ദിവസത്തെ സർക്കാർ ശമ്പളത്തിന് കൂടി പേഴ്സണൽ സ്റ്റാഫുകൾക്ക് അർഹതയുണ്ട്. 2021 ഉത്തരവനുസരിച്ച് 2 വർഷവും 1 ദിവസവും പേഴ്സണൽ സ്റ്റാഫിൽ സേവനം പൂർത്തിയായാൽ 3 വർഷം സർവീസ് കണക്കാക്കി മിനിമം പെൻഷനും അർഹതയുണ്ട്.